ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമുക്ക് മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി പോവാം. അപ്പോൾ എൽ ഡി സിക്കും എൽ ജി എസിനും നോക്കുന്നവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻസർ ഡോണ്ട് ടോക്ക് വൈൽ ഐ എം ടീച്ചിങ് ഡാഷ്. അപ്പം അതിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് സി ഓപ്ഷൻ ആണ്. വിൽ യു ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ടു ഫോളോ എ റൂട്ട് വിച്ച് ഈസ് നോട്ട് സ്ട്രൈറ്റ് ഓർ ഡയറക്റ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ബി ഓപ്ഷൻ ആണ് കേട്ടോ. മീൻസർ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ ഡേഷ് എ ഫ്ലാറ്റ്. അപ്പം അവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് വുഡ് പേ ആണ്. അപ്പം ഇല്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പം ഉണ്ടെങ്കിൽ എന്നാണ്, ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ വുഡ് പേ ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഹാഡ് വന്നു, അതുകൊണ്ട് വുഡ് പേ. അടുത്ത ക്വസ്റ്റ്യൻ, ദേ ഡാഷ് ക്രിക്കറ്റ് എവരി സൺഡേ. ദേ ഡാഷ് ക്രിക്കറ്റ് എവരി സൺഡേ. അപ്പോൾ അവിടുത്തെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ബി ഓപ്ഷൻ ആണ്, പ്ലേ ആണ് കേട്ടോ. അപ്പോൾ ദേ പ്ലേ ക്രിക്കറ്റ് എവരി സൺഡേ. അപ്പോൾ യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, സിമ്പിൾ പ്രസൻറ്റ് ആണ് അല്ലേ. പിന്നെ ദേ ആണ്, അതുകൊണ്ട് പ്ലേ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പം അവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് കോൺസിക്വൻസ് ആണ് കേട്ടോ. ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പീപ്പിൾ ബിലോങ്ങിങ് ടു എ ഹൈ സോഷ്യൽ ക്ലാസ് ഈസ് കാൾഡ് ഡേഷ്. അപ്പം അവിടുത്തെ ആൻസർ ആയിട്ടുള്ളത് ജെൻട്രി ആണ്. യു വോണ്ട് സക്സീഡ്, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻ ഇഡിയം. അപ്പം ഇഡിയം ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബി ഓപ്ഷൻ ആണ് അവിടുത്തെ ആൻസർ. അൺസ്റ്റീഡിലി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് മിസ്സിംഗ് ഇൻ ദ ക്ലാസ്. അവിടുത്തെ ആൻസർ ആയിട്ടുള്ളത് ഈസ് ആണ്. വൺ ഓഫ് ദ വന്നാൽ ഈസ് ആണ് വരിക കേട്ടോ. വൺ ഓഫ് ഊപ്സ് എന്ന് പഠിച്ചു വെക്കുക. വണ്ണിൽ ഒരു ഓ ഉണ്ടല്ലോ, അതുപോലെ ഓയിൻ്റെ അവിടെയും ഓഫിൻ്റെ അവിടെയും ഒരു ഓ ഉണ്ട്. അപ്പോൾ ഊപ്സ് എന്ന് പഠിച്ചു വെച്ചാൽ വൺ ഓഫ് ദൻ്റെ കൂടെ പ്ലൂറൽ നൗൺ ആണ് വന്നിട്ടുണ്ടെങ്കിൽ സിംഗുലർ വെർബായിരിക്കും, ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് അബ്സ്യൂഡ്. അബ്സ്യൂഡ് എന്ന് പറയുന്ന എന്താണ്, ബി ഓപ്ഷൻ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെൻസിബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. മാർത്ത സെഡ് ഐ വാസ് നിയർ ടു ദ ബാക്ക് ഡോർ. അപ്പോൾ എ ഓപ്ഷൻ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. മാർത്ത സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ നിയർ ടു ദ ബാക്ക് ഡോർ. അടുത്ത ക്വസ്റ്റ്യൻ മലയാളമാണ്. താഴെ പറയുന്ന തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ല് ഏതാണെന്ന് എഴുതുക എന്നാണ്. അപ്പോൾ അവിടെ സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സി ഓപ്ഷനിൽ വരുന്നത് 3 ആണ്. ഉഴുതുണ്ണുന്നവനെ തൊഴുതു ഉണ്ണണം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം കണ്ടെത്തുക. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. അപ്പോൾ അവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 1 തന്നെയാണ് കേട്ടോ. ശരിയായിട്ടുള്ളത് 1 തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നിലങ്ങളാണ് കേട്ടോ. ഇനി 1000 പ്ലസ് ആണ്ട് ചേർത്ത് എഴുതുമ്പോൾ എന്താണ്, ആയിരത്താണ്ട്. ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി മേഘം എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കാഞ്ചിയാണ്. അപ്പോൾ ഘനം, അഭ്രം, വാരിതം ഇതൊക്കെ മേഘത്തിൻ്റെ പര്യായങ്ങളാണ്. ചുവടെ തന്നിരിക്കുന്ന തെറ്റായ പദം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. സി ഓപ്ഷൻ ആണ് ചുവപ്പ്. ചുവപ്പ് എഴുതുന്നത് എങ്ങനെയാണ്, ചെമപ്പ് എന്നാണ് അല്ലേ ശരിയായിട്ട് എഴുതുമ്പോൾ. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ട് കക്ഷിയിലും ചേരുന്നവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണെന്നാണ്. അത് കായംകുളം വാളാണ് കേട്ടോ. ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 78ാമത്തെ ക്വസ്റ്റ്യൻ, 800 എന്ന പദം പിരിച്ചെഴുതിയാൽ ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. n + 100 ആണ് 800. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദുഷ്കരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണെന്നാണ്. സി ഓപ്ഷൻ ആണ് സുകരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേ ഹാവ് ബീൻ ബിൽഡിംഗ് ദ ന്യൂ ബ്രിഡ്ജ് സിൻസ് 2021. ഈ വാക്യത്തിൻ്റെ പരിഭാഷ ഏതാണെന്നാണ്. അപ്പോൾ എ ഓപ്ഷൻ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. താങ്ക് യു ഓൾ.